കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രവിവാദത്തിൽ ഗവർണറെ കടന്നാക്രമിച്ച സർക്കാർ. ഗവർണർ RSSകാരനായാൽ അതേ രീതിയിൽ തന്നെ മറുപടി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി B. ശിവൻകുട്ടി താക്കീത് നൽകി. RSS ബിംബങ്ങൾ ശേഖരിച്ചു വയ്ക്കാനുള്ള ഇടമായി രാജ്ഭവനെ ഗവർണർ മാറ്റരുത് എന്ന് വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ആവശ്യപ്പെട്ടു. വിവാദത്തിൽ ശിവൻകുട്ടിയുടെ നിലപാടാണ് ശരിയെന്ന് കോൺഗ്രസ് നേതാവ് K. മുരളീധരനും ഇന്ന് പറഞ്ഞു. രാജ്ഭവന്റെ ഈ പ്രവണത പാടില്ല എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. കടുത്ത വിമർശനം ഉയരുമ്പോഴും രാജ്ഭവൻ സെൻട്രൽ ഹാളിലെ വിവാദ ചിത്രം മാറ്റില്ല എന്ന നിലപാടിൽ ഉറച്ചാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. RSSന്റെ പേര് പറഞ്ഞെന്നും ഗവർണർ ഞങ്ങളെ വിഷയപ്പെടുത്താനും വരട്ടാനൊന്നും വരണ്ട, അത് നടക്കുന്ന പ്രശ്നമേ ഇല്ല. ഗവർണർ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തം വഹിച്ചാൽ അതിന് അങ്ങേറ്റത്തെ ബഹുമാനം കൊടുക്കും. ഞങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കും. RSS നേതാവ് എന്നുള്ള നിലയിലുള്ള പെരുമാറ്റം ഉണ്ടായാൽ തിരിച്ചും അതേ രൂപത്തിലുള്ള പെരുമാറ്റം തന്നെ ഉണ്ടാവും. അത് ഇന്നലെ ഉപയോഗിച്ചതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ മന്ത്രി V. ശിവൻകുട്ടി ഭാരതാംബ വിവാദ ചിത്ര തർക്കത്തിൽ ഗവർണറുടെ നിലപാടിനെ കടന്നാക്രമിച്ചു. മന്ത്രിമാരായ R. ബിന്ദുവും VN വാസവനും ഇതേ നിലപാട് പ്രതിഷേധത്തിന്റെയും രോഷത്തിന്റെയും സ്വരത്തിൽ ആവർത്തിച്ചു. RSSന്റെ ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളും കേന്ദ്രീകരിച്ചു വയ്ക്കാനുള്ള ഇടമായിട്ട് രാജ്ഭവനെ തരം താഴ്ത്തരുത്. മന്ത്രിമാരുൾപ്പെടെയുള്ളവരെ അതിനു മുന്നിൽ താണു വണങ്ങാനായിട്ട് പ്രേരിപ്പിക്കരുത്. അതൊന്നും ജനാധിപത്യ ഇന്ത്യയിൽ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളല്ല. അർലേക്കറിനെ നയിക്കുന്നത് പൂർവാശ്രമത്തിലെ വിചാരധാരയാണോ ഭരണഘടനയാണോ എന്ന് വ്യക്തമാക്കണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഒരു ഗവർണർക്ക് വഴികാട്ടിയാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വയംസേവക ജീവിതത്തിലെ അടിത്തറയായ ബഞ്ച് ഓഫ് തോട്ട്സ് ആണോ അതോ ഇന്ത്യയുടെ ഭരണഘടനയാണോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം. ഗവർണർക്കെതിരെ രാജ്ഭവനിലേക്ക് SFI നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് കെട്ടി തടഞ്ഞു. പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ ഉന്തും തള്ളുമുണ്ടായി. പ്രതിപക്ഷ നിരയിൽ നിന്നും V. ശിവൻകുട്ടിയുടെ നിലപാടിന് പിന്തുണയെത്തി. മന്ത്രി പറഞ്ഞത് ശരിയെന്ന് K. മുരളീധരൻ. രാജ്ഭവന്റെ ഈ പ്രവണത പാടില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. ഇന്നലെ ശിവൻകുട്ടിയുടെ തീരുമാനത്തിന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നന്നായി, അത് തന്നെയാണ് ചെയ്യേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ ഏത് ചടങ്ങ് രാജ്ഭവനിൽ സംഘടിപ്പിക്കുമ്പോഴും ഈ കാവിക്കൊടിയേന്തിയ ആ ചിത്രം പാടില്ല എന്ന് കർശനമായിട്ട് പറയണം. ഭാരതാംബയാവണമെങ്കിൽ ത്രിവർണ്ണ പതാകയാണ് പിടിക്കേണ്ടത്. സർക്കാരിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും തെരുവിലും പ്രതിഷേധമുയരുമ്പോഴും രാജ്ഭവനിലെ പരിപാടികളിൽ RSS ഉപയോഗിക്കുന്ന തരം കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം ഉപയോഗിക്കുന്നത് തുടരുമെന്ന നിലപാടിലാണ് ഗവർണർ. രാജ്ഭവന്റെ സെൻട്രൽ ഹാളിൽ വിവാദ ചിത്രം തുടരുന്നിടത്തോളം ഔദ്യോഗിക പരിപാടികൾ അവിടെ നടത്തുന്ന കാര്യം സർക്കാർ പുനരാലോചിച്ചേക്കും. എന്നാൽ രാജ്ഭവനിൽ വെച്ച് നടക്കാറുള്ള ഭരണഘടനാപരമായി സർക്കാരിനും മന്ത്രിമാർക്കും പങ്കെടുക്കാൻ ബാധ്യതയുള്ള പരിപാടികളുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് സർക്കാരിന് ആശയക്കുഴപ്പമുണ്ട്. ഇക്കാര്യത്തിൽ ഇന്ന് കൂടുതൽ കൂടിയാലോചനകൾ നടക്കും. രാജ്ഭവനിലെ പരിപാടികൾക്ക് കൃത്യമായ പ്രോട്ടോകോൾ നിശ്ചയിക്കണമെന്ന് പരിസ്ഥിതി ദിനാഘോഷ വിവാദത്തിന് പിന്നാലെ കൃഷിവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ കത്ത് സർക്കാർ അടിയന്തര പ്രാധാന്യത്തോടെ പരിഗണിച്ചേക്കും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.